നമസ്കാരം. ഇന്നലെ പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 182 മണ്ഡലങ്ങളിലും കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. ഇനി മമതയുടെ ഗുണ്ടകൾക്ക് ഇടം വലം തിരിയാൻ സാധിക്കില്ല, അങ്ങനെ സാധിക്കാൻ സമ്മതിക്കില്ല എന്ന നരേന്ദ്രമോദി ഇതിനോടകം തന്നെ പശ്ചിമ ബംഗാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ റാലിക്കിടെ മമതയുടെ ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് സറണ്ടർ ആകാനാണ് അന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത്. കാരണം ഇനി ഏതെങ്കിലും തരത്തിൽ മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിൽ മമതയുടെ ഗുണ്ടകൾ ചെയ്തതുപോലെ മറ്റുള്ള എതിർ പാർട്ടിക്കാരുടെ വീടുകളിലേക്ക് കയറിയുള്ള ആക്രമണം, വലിയ രൂക്ഷമായിട്ടുള്ള ആക്രമണം, പീഡനങ്ങൾ, ഇതൊന്നും നടത്തുവാൻ വേണ്ടിയിട്ട് മമതയുടെ ഗുണ്ടകളെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മമതയുടെ ഒത്താശയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പശ്ചിമ ബംഗാളിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ നടത്തി വന്ന രീതികളാണ്. അതിനു മുന്നേ CPM ആയിരുന്നു ഇത് നടത്തിയിരുന്നത്. അതിനുശേഷം മമതാ സർക്കാർ വന്നപ്പോൾ മമത ഈ രീതിയിൽ മറ്റ് എതിർ പാർട്ടിക്കാരുടെ വീടുകളിലേക്ക് കയറി ആക്രമണം നടത്തുക, പീഡനം നടത്തുക, കൊലയും കൊള്ളിവയ്പും ഉൾപ്പെടെയുള്ള സകല വൃത്തികേടുകളും കാണിക്കുക എന്നുള്ളൊരു നയം മമതയുടെ പാർട്ടി പ്രവർത്തകർ പിന്തുടർന്നു വന്നു. ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശ എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കാരണം വലിയ പ്രതിരോധമൊന്നും ഇവർക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പശ്ചിമ ബംഗാളിൻ്റെ പോലീസ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യഥേഷ്ടം സ്വൈരവിഹാരം നടത്തുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു രീതിയിലും മമതയുടെ ഈ ശിൽബന്ദികളെ അഴിഞ്ഞാടുവാൻ വേണ്ടിയിട്ട് വിടില്ല എന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം പണി തന്നെ മമതയുടെ ഈ ശിൽബന്ദികൾക്ക്, മമതയുടെ ഈ പാർട്ടിക്കാരെന്ന് പറയുന്ന പാർട്ടിക്കാരുടെ വേഷത്തിൽ നടക്കുന്ന ഗുണ്ടകൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലെ വളരെ വലിയ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 91.83% റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ഇന്നലെ മണ്ഡലങ്ങളിൽ ഉടനീളം ശരാശരിയായിട്ട് രേഖപ്പെടുത്തിയത്. ചില മണ്ഡലങ്ങളിൽ 95% വരെ പോളിംഗ് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്നത്. കുച്ച് ബിഹാറിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ മമതയ്ക്കെതിരെ എന്ന തോന്നിക്കുന്ന തരത്തിൽ, അതായത് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ, സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പോളിംഗ് മുന്നോട്ട് നീങ്ങിയത്. എന്തായാലും SIRന് ശേഷം പശ്ചിമ ബംഗാളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. SIRൽ പെടാത്ത നിരവധിയായിട്ടുള്ള ബംഗ്ലാദേശികളാണ് ഇത് SIR പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ മമതയുടെ വോട്ട് ബാങ്കിൽ വലിയ രീതിയിലുള്ള വിള്ളലാണ് വീണിട്ടുണ്ടായിരുന്നത്. SIRൽ പെടാത്ത ചില ആൾക്കാരുണ്ടായിരുന്നു. കേരളത്തിലൊക്കെ അവർ തൊഴിലാളികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അവരുടെ ഈ പേരുകൾ കൂടി SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന വണ്ടിയിൽ പശ്ചിമ ബംഗാളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും മമതയുടെ ആൾക്കാരാണ്, മമതയ്ക്ക് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ബംഗ്ലാദേശികളായിട്ടുള്ള ഏകദേശം 1 കോടിയിലടുത്ത ആൾക്കാർ പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഈ SIR പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തിരിച്ചുപോയി എന്നുള്ള വിവരങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇക്കുറി വലിയ കളികളൊന്നും നടക്കില്ല. ഐപാക്കിനെ ഇപ്പോൾ തന്നെ പൂട്ടിയിട്ടുണ്ട്. അതായത് ഐപാക്കിൻ്റെ ഉടമയെ ഡൽഹിയിൽ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഒരു രീതിയിൽ, ഒരു വശത്തുകൂടി നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ മറുവശത്തുകൂടി മമത പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നു. അതും പൂട്ടാൻ വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് അവിടെ ശക്തമായ കേന്ദ്രസേനയെ വിന്യസിക്കുക, കൃത്യമായ സുരക്ഷയിൻ കീഴിൽ പശ്ചിമ ബംഗാളിനെ കൊണ്ടുവരിക, അങ്ങനെ ഒരു രീതിയിലും ജനങ്ങളുടെ ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ
വളരെ സമാധാനപൂർവ്വം അല്ലെങ്കിലും ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇക്കുറി ഇനി ഒരു കാരണവശാലും മമതയുടെ ഈ ഗുണ്ടകളെ അഴിച്ചുവിടില്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപനം നടത്തിയതും അതുകൊണ്ടാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ 182 മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നടന്നത്. മൊത്തം 294 മണ്ഡലങ്ങളാണ് ഉള്ളത്. എന്തായാലും ആ മണ്ഡലങ്ങൾ കൂടി വിധി എഴുതുന്നതോടുകൂടി മമതയ്ക്ക് ഇനി വീട്ടിലിരിക്കാം എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മമതയെ പിന്തുണച്ചിരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോയതോടുകൂടി മമത ആകെ അങ്കലാപ്പിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് SIR പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മമത വളരെ ശക്തമായി അതിനെ എതിർത്തത്. പക്ഷേ അതിലൊന്നും ഒരു ഫലവും കണ്ടില്ല. പല ആൾക്കാരെയും ഭീഷണിപ്പെടുത്തി, പലരെയും വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ പോലും അനുവദിച്ചില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ പലരെയും ഇതിന് അനുവദിക്കാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ പോലും പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. പലരെയും ഭീഷണിപ്പെടുത്തി മമതയുടെ തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിലെ പല പ്രവർത്തകരും പല കേഡർമാരും അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. കുറച്ച് ആത്മഹത്യകളും പശ്ചിമ ബംഗാളിൽ നടന്നു. എന്നാലും അതിന് തലകുനിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അതിന് വളം വെച്ചു കൊടുക്കുവാനായിട്ട്, അതായത് SIR റദ്ദാക്കിക്കൊണ്ട് മമതയ്ക്ക് വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ മുതിർന്നില്ല. SIR പ്രഖ്യാപിച്ചു. അത് വളരെ സുഗമമായി നടപ്പിലാക്കി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടവും പൂർത്തിയാകുമ്പോൾ മമത പേടിപ്പെടുത്തുന്ന രീതിയിൽ, ഭയാനകമായ രീതിയിൽ മമതയുടെ തൃണമൂൽ പാർട്ടി പല ആസൂത്രണങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ട് അതിലൊന്നും നടപ്പിലാകുവാൻ പോകുന്നില്ല. കാരണം അത്ര ശക്തമായ സുരക്ഷയാണ് പശ്ചിമ ബംഗാൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പശ്ചിമ ബംഗാളിൽ ഈ ജനാധിപത്യപരമായിട്ട് രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയൊരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ അവിടെ നിലനിൽക്കുന്നത് കൊണ്ടും മമതയെ ഇക്കുറി അവിടുന്ന് പിഴുതെറിയും എന്ന തരത്തിൽ ആണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. അതിനു വേണ്ടിയിട്ട് അത് ഒരു കാരണവശാലും സംഭവിക്കാതിരിക്കുവാനുള്ള പരമാവധി കാര്യവും മമത അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിൽ വരാതെ പോയി. ഒരു കാരണവശാലും അവിടെ SIR നടപ്പിലാക്കില്ല. രക്തമൊഴുക്കിയാലും SIR നടപ്പിലാക്കില്ല. എല്ലാ സുരക്ഷയും അവിടുത്തെ ബംഗ്ലാദേശികൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി റാലികളാണ് മമത നടത്തിയത്. പക്ഷേ ആ റാലികളിലൊന്നും ഒരു വിലയും കിട്ടിയില്ല. മമതയുടെ ഈ അനുയായികൾ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറി പാർത്ത ഈ അനുയായികൾ ബംഗ്ലാദേശിലേക്ക് തന്നെ പോയി. പിന്നെ വീണ്ടും നാടകങ്ങളോട് നാടകമായി ഹുമയൂൺ കബീറിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പാർട്ടി ഉണ്ടാകുന്നു. ഹുമയൂൺ കബീർ BJP പാളയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കഥയുണ്ടാകുന്നു. ഹുമയൂൺ കബീർ അവിടെ പശ്ചിമ ബംഗാളിൽ അയോധ്യയ്ക്ക് സമാനമായ രീതിയിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശക്തമായ ആക്രമണമൊക്കെ നടത്തി. ഈ സിലിഗുരി കോറിഡോറിൽ, ചിക്കൻ നെക്ക് കോറിഡോറിലൊക്കെ തടയും. ഇനി അങ്ങോട്ട് ആരെയും കടത്തിവിടാൻ പറ്റാത്ത രീതിയിൽ ചിക്കൻ നെക്ക് കോറിഡോർ തടയും. പിന്നെ ഗതാഗതം അങ്ങോട്ട് മുന്നോട്ട് നീക്കുവാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹുമയൂൺ കബീർ വലിയ വാഗ്ധോരണിയിൽ പ്രസംഗങ്ങളൊക്കെ നടത്തി. മമത ഇദ്ദേഹത്തിൻ്റെ പിറകിലുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഹുമയൂൺ കബീറിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഉള്ള വോട്ടും കൂടി പോകും. നേരത്തെ തന്നെ അവിടുത്തെ ഹിന്ദുക്കളെ പിണക്കി വച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശ്രീരാമജയം പാടുവാനായിട്ട് ബംഗാളിൽ അവസരമില്ല എന്നാണ് മമത അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അതോടുകൂടി അവിടുത്തെ ഹിന്ദു ജനത മമതയ്ക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ മുസ്ലിം ജനത, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഒരു ബഹുഭൂരിപക്ഷം ജനതയും തൃണമൂലിനൊപ്പം നിന്നു. പക്ഷേ ഈ ഹിന്ദുക്കളുടെ ഒരു ബഹുഭൂരിപക്ഷം വോട്ട് മമതയ്ക്ക് നഷ്ടമാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹുമയൂൺ കബീറിനെ മാറ്റി നിർത്തി. എന്നതിന് ശേഷമാണ് മറ്റൊരു നാടകം മമത കളിച്ചത്. അതിനു മുന്നേ തന്നെ ഷെയ്ഖ് ഷാജഹാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് ഷാജഹാന് വളരെ ശക്തമായ പിന്തുണയാണ് മമതാ സർക്കാർ അന്ന് അവിടെ കൊടുത്തിരുന്നത്. മമതാ സർക്കാരിൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ് ഇയാൾ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഹിന്ദു സ്ത്രീകൾക്ക് നേരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയത്.
പക്ഷേ ആ ആക്രമണങ്ങൾക്ക് തടയിടുവാൻ വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുവാൻ അന്ന് അവിടുത്തെ ഹിന്ദു ജനതയ്ക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ BJPക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായി ഷെയ്ഖ് ഷാജഹാൻ അകത്തുപോയി, ജയിലിൽ പോയി. പക്ഷേ ഈ ഷെയ്ഖ് ഷാജഹാനെതിരെ നിന്ന ആൾക്കാരെ പലരെയും കൊന്നു തീർക്കുവാൻ തന്നെ മമതയുടെ പിന്തുണയുണ്ടായിരുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നത്. എന്തായാലും ഇക്കുറി ഇലക്ഷൻ അതീവ സംഘർഷഭരിതമായിരുന്നുവെങ്കിലും അതിനൊന്നും അനുവദിക്കാതെ ഏറെക്കുറെ സമാധാനപരമായിട്ട് ഇലക്ഷൻ നടത്തുവാൻ കഴിഞ്ഞു. അതിനുശേഷം പശ്ചിമ ബംഗാളിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരെ തെരഞ്ഞെടുപ്പിച്ച് തല്ലുന്ന തരത്തിലുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അതിനെയൊക്കെയും തടയിടുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഈ കേന്ദ്രസേനയെ അവിടെ വിന്യസിച്ചതും. എന്തായാലും മമതയ്ക്ക് ഇതോടുകൂടി വിലങ്ങിട്ടൊക്കെയാണ്. ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ കൈകാലുകൾ ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. കാരണം ഈ ഗുണ്ടകളെ വിട്ട് അവിടെ അഴിഞ്ഞാടുവാൻ വേണ്ടിയിട്ട് തൃണമൂലിനെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.